ഹായ് കൂട്ടുകാരെ, ഇത് ഞാൻ എന്ന് പറയുന്നത് ചേന കൊണ്ട് തീയിലുണ്ടാക്കുന്നതാട്ടോ. അപ്പോൾ ചേന ഇങ്ങനെ ഒരു 1/4 കിലോ ചേന, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പുളി, പിന്നെ തേങ്ങ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കുക. ഇനി ഞാൻ ഈ ചേന ഒരു ഗ്ലൗ ഒക്കെ ഇട്ട് അരിഞ്ഞുകൊണ്ട് പറ്റാം. അപ്പോൾ അതേ ചേന കഴുകി നീളത്തിലാട്ടോ തീയലിന് വെക്കേണ്ടത്. കറിവേപ്പില ഇട്ടു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാൻ പോവുക. പിന്നെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ പോവുക. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേവട്ടെ. പിന്നെ ദേ വറുത്തരയ്ക്ക് ഞാൻ എന്തൊക്കെ ചേർത്തുന്നോ, ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഇത്തിരി കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്, 2 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഇത് വറുത്ത് വരട്ടെ, ചേന വെന്ത് വരട്ടെ. അങ്ങനെ ചേന വെന്തു കേട്ടോ, നന്നായിട്ട് വെന്തു. ഞാൻ പാത്രത്തിലിട്ട് വേവിച്ചിട്ട് വെന്തില്ല. അപ്പോൾ ഞാൻ കുക്കറിൽ ഒരു സ്റ്റീമും കിട്ടും. അപ്പോൾ ക്ലിയറായി. ഈ ചേനയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പറിക്കുമ്പോൾ തന്നെ കുഴപ്പമില്ല. പറിക്കണതിന് മുമ്പ് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇതാവും. ഞാൻ വറുത്തര ചേർത്തു, വെളിച്ചെണ്ണ തെളിയിട്ടെ കേട്ടോ. പിന്നെ പുളി, ഒരു ചുള പുളി ഞാനിങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കാൻ പോകും. പുളി വെള്ളം അത് തിളച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി കടുക് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കും പിഴിഞ്ഞുകൊണ്ട് പറ്റും കേട്ടോ. ഈ ഒരു കയ്യിൽ ക്യാമറ പിടിക്കണോണ്ടേ. അങ്ങനെ അതേ വെളിച്ചെണ്ണ തെളിഞ്ഞ് കുറുകി വന്നു കേട്ടോ. ഈ ചേന 2 രീതിയിൽ വയ്ക്കാം. ഒന്ന് തീയിലായിട്ടും വയ്ക്കാം, പുളി പിഴിയാതെയും വയ്ക്കാം, പിന്നെ വേണമെങ്കിൽ വറുത്തരച്ചും വയ്ക്കാം. ഭംഗിക്ക് തന്നെ കേട്ടത്. തീയലിന് സാധാരണ ആരും കടുക് പൊട്ടിക്കാറില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കടുക് പൊട്ടി. എൻ്റെ കാണാൻ നല്ല രസമല്ലേ. ഇനി ഇച്ചിരി കഴിയുമ്പോൾ ഇരുന്ന് അങ്ങോട്ട് കൂടും. 2 ദിവസത്തേക്ക് സുഖമായിട്ട് കഴിക്കാം, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ. ഓക്കെ ചേട്ടാ.